കൗമാരം, യൗവനം ഇവരൊക്കെ ശരിക്കും സ്വതന്ത്രരാണോ? ഒന്നാലോചിച്ചാൽ അല്ല. ഇന്ന് നമ്മുടെ ബാല്യം, കൗമാരം, യൗവനമെല്ലാം സോഷ്യൽ മീഡിയയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഷെയർ ചാറ്റ് എന്നീ ആപ്പുകളിലാണ് നമ്മുടെ യൗവനം കൂടുതലും സമയം ചെലവഴിക്കുന്നത്. ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടില്ലാത്ത ആൾക്കാരുമായിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുടെ കൂടെ നമ്മുടെ പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്നു. നമ്മുടെ വീട്ടമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നു. ഇതെങ്ങോട്ടാണ് ഇവർ പോകുന്നത്? ഈ പോകുന്നവരുടെയൊക്കെ ഭാവി എന്തായാണ് തീരുന്നത്? നമുക്കറിയാം, പലരും കായലിൽ പൊങ്ങുന്നു, ചിലർ റെയിൽവേ ട്രാക്കിൽ ജീവിതം തീരുന്നു, ചിലർ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ദുഃഖവുമായി തിരിച്ചു വരുന്നു. ഇന്ന് സൈബർ വല വിരിച്ചിരിക്കുകയാണ്. സൈബറിന്റെ വലയിൽ നാം അടിമകളായി കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഈ വല പൊട്ടിച്ച് നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. നമ്മുടെ കൗമാരത്തെ, നമ്മുടെ യൗവനത്തെ നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ആദ്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ കുടുംബം എന്ത് നൽകിയെന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. നമ്മുടെ രാഷ്ട്രം നമുക്ക് എന്ത് നൽകിയെന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ രാഷ്ട്രത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നുണ്ട്. എല്ലാവരും അവകാശത്തെക്കുറിച്ച് ബോധ്യവാന്മാരാണ്. എന്നാൽ അതോടൊപ്പം നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും പറയുന്നുണ്ട്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പൗരനായി ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുമുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നിറവേറ്റാൻ കഴിയുന്നത്? നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടപ്പെട്ടവരായി, നമ്മുടെ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടപ്പെട്ടവരായി നാം ജീവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നാം മുഴുകിക്കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമുക്കൊരു വർണ്ണ പ്രപഞ്ചമാണ്. വളരെ മനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണുന്നു, വളരെ മനോഹരമായി നമ്മൾ ആൾക്കാർ സംസാരിക്കുന്നു, നമ്മൾ വളരെ ജോളിയായിട്ട് പോകുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ പിന്നിൽ പതുങ്ങിയിരിക്കുന്ന ചതിക്കുഴി എന്താണ്? ഞാനൊരു കഥ പറയാം നിങ്ങളോട്. ഒരിക്കലൊരാൾ മരിച്ചു, പരലോകത്തെത്തിയപ്പോൾ അവിടെ പരലോകത്തിന്റെ കാവൽക്കാർ നിൽപ്പുണ്ട്. അപ്പം അദ്ദേഹം ഈ മരിച്ചു എന്ന ആളോട് ചോദിച്ചു, താങ്കൾക്ക് എവിടെയാണ് പോകേണ്ടത്? സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഈ മരിച്ചു എന്ന ആൾ ചോദിച്ചു, ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ടോ? ഓപ്ഷൻ മാത്രമല്ല, ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ ഉണ്ട്. എന്താണ്? നിങ്ങൾക്ക് ഒരു ദിവസം സ്വർഗത്തിൽ താമസിക്കാം, ഒരു ദിവസം നരകത്തിലും താമസിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. അങ്ങനെ ഇയാള് ആദ്യം സ്വർഗം തിരഞ്ഞെടുത്തു, സ്വർഗത്തിലേക്ക് ചെന്നു. അവിടെ എന്താണ്? ആൾക്കാരിങ്ങനെ പല സൈഡിൽ ഇരിപ്പുണ്ട്, പലരും ഇങ്ങനെ പ്രാർത്ഥനാനിരതരായിരിക്കുകയാണ്, ആരോടും മിണ്ടുന്നില്ല, പലരും കണ്ണടച്ചിരിക്കുകയാണ്. അവിടെ ആകെ ഒരു മശാനം മുഴുവൻ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. സമയത്ത് ഭക്ഷണമൊക്കെ കിട്ടി കേട്ടോ. പിറ്റേന്ന് ഈ കാവൽക്കാരനെ ഇയാളെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കൂട്ടുകാരെല്ലാം ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, എടാ നിന്നെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, എത്ര നാളായി നമ്മളൊന്ന് കണ്ടിട്ട്